ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, നമസ്കാരം. അധ്യാരോപ ദർശനമെന്ന ദർശനമാലയിലെ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം, അതായത് 10-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ സൃഷ്ടികർത്താവ് ആരാണെന്ന് വ്യക്തമായി പറയുന്നു. 10-ാമത്തെ ശ്ലോകം: ധനാദിവ വടോ യസ്മാത് പ്രാദുരാസീദിദം ജഗത് സബ്രഹ്മാ സശിവോ വിഷ്ണു സപ്പരഃ സർവയേവ സ. ഓർവതു: ധനാത് ഇവ വടഃ യസ്മാത് പ്രാദുരാസീത് ഇദം ജഗത് സ ബ്രഹ്മ സഃ ശിവഃ സഃ വിഷ്ണു സഃ പരഃ സർവയേവ സ. അർത്ഥം: ധനാത് വിത്തിൽ നിന്ന്, വടഃ വടവൃക്ഷം, പ്രാദുരാസീത് ഇവ ഉണ്ടായതുപോലെ, ഇദം ജഗത്ത് ഈ ലോകം, യസ്മാത് യാതൊന്നിൽ നിന്നാണോ, പ്രാദുരാസീത് ജനിച്ചത്, സ ബ്രഹ്മ അത് ബ്രഹ്മാവാണ്, സ ശിവ അത് ശിവനാണ്, സ വിഷ്ണു അത് വിഷ്ണുവാണ്, സ പരഃ അത് പരമാത്മാവാണ്, സ ഏവ സർവ അതുതന്നെയാണ് സർവ്വതും. ആലിൻ്റെ വിത്ത് വളരെ ചെറിയ ഒരു കടുകുമണിയോളം മാത്രമുള്ള വസ്തുവാണ്. അതിൽ നിന്നാണ് ഈ വലിയ വടവൃക്ഷം ഉണ്ടായി ഇപ്രകാരം നിൽക്കുന്നത്. ഇത് അത്യന്തം അത്ഭുതകരമായ ഒരു സംഭവം തന്നെ. അതുപോലെ ഈ ബ്രഹ്മാണ്ഡഭാണ്ഡം മുഴുവനും നിറഞ്ഞ് പരന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ പ്രപഞ്ചം അത്യന്തം സൂക്ഷ്മവും അദൃശ്യവുമായ ഒരു ചൈതന്യത്തിൽ നിന്ന് മുളച്ചു പൊന്തി വളർന്ന് സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ്. പ്രപഞ്ചത്തിന് വിത്തായ ആ ചൈതന്യത്തെ, അത് സൃഷ്ടികർത്താവായതുകൊണ്ട് ബ്രഹ്മാവെന്ന് വിളിക്കാം. അന്ത്യത്തിൽ ഇതെല്ലാം അതിൽ തന്നെ ലയിച്ചു ചേരാനുള്ളതായതുകൊണ്ട് അതിനെ സംഹർത്താവായ ശിവനെന്നും വിളിക്കാം. അതിൻ്റെ സംരക്ഷണയിലാണ് ഇതെല്ലാം നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് അതിനെ മഹാവിഷ്ണു എന്നും വിളിക്കാം. സർവ ജീവികളിലും ആത്മരൂപേണ പ്രകാശിക്കുന്ന ചൈതന്യവും അതുതന്നെ ആയതുകൊണ്ട് അതിനെ പരമാത്മാവ് എന്നും വിളിക്കാം. അതുതന്നെ നാമരൂപങ്ങൾ ധരിച്ച് നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നതുകൊണ്ട് സർവ്വതും അതുതന്നെയാണ്. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചിന്തിച്ച് വിലയിരുത്തേണ്ടതാണ്. ആദ്യം പറഞ്ഞത് വിത്തിൽ നിന്ന് വടവൃക്ഷം ഉണ്ടാകുന്നത് പോലെ സൂക്ഷ്മവും അദൃശ്യവും ആയ ഒന്നിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ്. അതായത് ഈ പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായതാണ് എന്നും അതിന് ഒരു കാരണവസ്തു ഉണ്ട് എന്നും ആണ്. അത് ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം പരിണാമത്തിലൂടെ ഉണ്ടായതല്ല, സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ഇതിൻ്റെ കാരണവസ്തുവായി സങ്കല്പിക്കപ്പെട്ടത് ഇതിൻ്റെ സൃഷ്ടാവിനെയാണ് എന്നും വന്നു. അതുതന്നെ സംഹാരമൂർത്തിയായ ശിവനും ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായി കരുതിയ ശക്തിയിൽ ഇതിനെയെല്ലാം നശിപ്പിക്കാനുള്ള ശക്തിയും അടങ്ങിയിട്ടുണ്ട് എന്നും വരുന്നു. അത് വിഷ്ണുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെയെല്ലാം
കാത്ത് സംരക്ഷിക്കുന്നതും മറ്റാരുമല്ല സൃഷ്ടാവ് തന്നെയാണ് എന്നും ബോധ്യമായി. അത് പരമാത്മാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നാമരൂപങ്ങളിൽ ഓരോന്നിലും അടങ്ങുന്ന ജീവചൈതന്യം ആ കാരണവസ്തു തന്നെയാണ് എന്നും വന്നു. സർവ്വതും അതുതന്നെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാരണവസ്തുവായ സൃഷ്ടാവും കാര്യമായ പ്രപഞ്ചവും രണ്ടും രണ്ടല്ല, ഒന്നാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയുമാണ്. പ്രിയ പഠിതാക്കളെ, വേദാന്ത തത്വങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലായാൽ തന്നെ അത് സത്യം എന്ന് ബോധ്യമായി കാണാനും വളരെ പ്രയാസമാണ്. കാരണം ആത്മതത്വം ഇരിക്കുന്നത് മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ പഞ്ചകോശങ്ങൾ എന്ന് പറയുന്ന 5 മറകൾക്കപ്പുറമാണ്. പ്രകൃതി കെട്ടിയ ഈ 5 മതിലുകളും പൊളിച്ചാലേ താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ, പൂർണ്ണത നേടുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ രൂപം ഒന്നുകൂടി വിശദീകരിച്ച് വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രം ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇത് ഈശാവാസ്യോപനിഷത്തിൻ്റെ ശാന്തിമന്ത്രമാണ്. മനുഷ്യൻ്റെ ദുഃഖപരിഹാരത്തിനുള്ള മാർഗം ഈ മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തത്വം മനസ്സിലാക്കിയാൽ അത് കണ്ടെത്താനാകും എന്നതാണ് ഇതിൻ്റെ വിശേഷത. ഇതിനു മുമ്പുള്ള പല ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ സന്ദർഭവശാൽ പലയിടത്തും അപൂർണതയാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയുകയുണ്ടായി. ഈ ശ്ലോകത്തിൻ്റെ രചയിതാവായ മുനി പൂർണ്ണത എന്താണെന്നും അതെവിടെയിരിക്കുന്നുവെന്നും അതിനെ എങ്ങനെ പ്രാപിച്ച് നിത്യാനന്ദം അനുഭവിക്കാം എന്നും വ്യക്തമാക്കുന്നു. ഇനി മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. പൂർണ്ണമദഃ അത് പൂർണ്ണമാണ്, പൂർണ്ണമിദം ഇത് പൂർണ്ണമാണ്, പൂർണ്ണാത് പൂർണ്ണത്തിൽ നിന്ന്, പൂർണ്ണം ഉദിച്ചതേ പൂർണ്ണം ഉദിക്കുന്നു, പൂർണ്ണസ്യ പൂർണ്ണത്തിൻ്റെ, പൂർണ്ണം ആദായ പൂർണ്ണത്തെ എടുത്തു മാറ്റിയാൽ, പൂർണ്ണം ഏവ പൂർണ്ണം തന്നെ, അവശിഷ്യതേ അവശേഷിക്കുന്നു. അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുദിക്കുന്നു, പൂർണ്ണത്തിൻ്റെ പൂർണ്ണതയെ എടുത്തു മാറ്റിയാൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. വേദാന്തത്തിൽ അത് എന്ന് പറയുന്നത് ബ്രഹ്മത്തെപ്പറ്റിയും ഇത് എന്ന് പറയുന്നത് ഈ ലോകത്തെപ്പറ്റിയുമാണ്. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നിടത്ത് ഇതം ഈ ലോകമാണ്. അതുലോലം അതല്ലോലം അത് ദൂരം അതന്തികം എന്ന് പറയുന്നിടത്ത് അത് എന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം ബ്രഹ്മത്തെ പറ്റിയുമാണ്. അതായത് പൂർണ്ണമദഃ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രഹ്മം പൂർണ്ണമാണ് എന്നാണ്. പൂർണ്ണമിതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും പൂർണ്ണമാണ് എന്നാണ്. ഇവിടെ ഒരു വൈരുദ്ധ്യം പ്രകടമാണ്. അതായത് അതല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയിലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതല്ലാതെ മറ്റൊന്ന് ഉണ്ട് എങ്കിൽ ആ മറ്റൊന്നിൻ്റെ കുറവ് അതിനുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമാണെന്ന് പറയാൻ വയ്യ. ഞാനല്ലാത്ത മറ്റനേകങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്ക് അപൂർണതയുടെ അനുഭവവും ദുഃഖവും ഉണ്ടാകാൻ കാരണം. പൂർണ്ണനിദ്രയിൽ സുഖം ലഭിച്ചത് മറ്റുള്ളതെല്ലാം അപ്രത്യക്ഷമായി ഞാൻ ഏകനായപ്പോൾ ഒരു പൂർണ്ണതയുടെ അനുഭൂതി ഉണ്ടായതുകൊണ്ടാണ്. അതായത് ബ്രഹ്മവും പ്രപഞ്ചവും രണ്ടുണ്ടെങ്കിൽ രണ്ടിനും പൂർണ്ണതയില്ല എന്നാണ് അർത്ഥം. ബ്രഹ്മമല്ലാതെ മറ്റൊന്ന് ഉള്ളതുകൊണ്ട് ബ്രഹ്മവും
പ്രപഞ്ചമല്ലാതെ ഒരു ബ്രഹ്മം വേറെ ഉള്ളത് കൊണ്ട് പ്രപഞ്ചവും അപൂർണമാണ്. അപ്പോൾ പിന്നെ പൂർണ്ണമിതം എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തായിരിക്കും? ബ്രഹ്മം സത്യം ജഗന്മിഥ്യ എന്നൊക്കെ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണല്ലോ. ബ്രഹ്മം അരൂപിയാണ്, അതിനാൽ അത് അദൃശ്യമാണ്, അത് നിർഗുണമാണ്, അതിനാൽ അതിനൊന്നും ചെയ്യാൻ വയ്യ, അതല്ലാതെ മറ്റൊന്നും ഇല്ല. അതുകൊണ്ട് അതിനെ കാണാനോ അറിയാനോ മറ്റാരും ഇല്ല. അതെന്താണെന്ന് അതിന് തന്നെ വ്യക്തമല്ല. അങ്ങനെ ഉള്ള ബ്രഹ്മം ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? അതിനാൽ ഗുരുദേവൻ ആത്മോപദേശകത്തിൽ പറയുന്നത് പോലെ അറിവ് നിജസ്ഥിതിയിങ് അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ. അതായത് ബ്രഹ്മം തന്നെയുള്ള ശക്തികളെ പ്രപഞ്ചരൂപേണ പ്രകടമാക്കാൻ തുടങ്ങി. എല്ലാ കഴിവും എനിക്കുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടണമെങ്കിൽ കഴിവുകൾ ഓരോന്നായി പ്രകടിപ്പിച്ച് കാണിക്കണം. അതുതന്നെയാണ് ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകാനുള്ള കാരണവും. ബ്രഹ്മത്തിൻ്റെ പൂർണ്ണതയാണ് പ്രപഞ്ചമായി പ്രകടമായി കാണുന്നത്. ഇതുവരെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ബ്രഹ്മത്തിലുള്ളതാണ്. ഇപ്പോൾ കാണുന്നതായ സർവ്വതും ബ്രഹ്മത്തിൽ തന്നെ ഉള്ളതാണ്. ഇനിയും എന്തെല്ലാം ഉണ്ടാകാനുണ്ടോ അതും ബ്രഹ്മത്തിൽ തന്നെ ഉള്ളതുമാണ്. ബ്രഹ്മത്തിൽ ഇല്ലാത്തതായി മറ്റൊന്നുമില്ല. അതിനാൽ ബ്രഹ്മം പൂർണ്ണമാണ്. ആ പൂർണ്ണതയാണ് പ്രപഞ്ചമായി പ്രകടമാകുന്നത്. ഇപ്പോൾ പൂർണ്ണമിതം എന്നതിൻ്റെ അർത്ഥം വ്യക്തമായല്ലോ. ഇനി പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ, അതിൻ്റെ അർത്ഥം നോക്കാം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് നോക്കാം. ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ബ്രഹ്മത്തിൻ്റെ പൂർണ്ണതയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞതിന് ശേഷം ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു എന്ന് വീണ്ടും പറയുന്നത് എന്തിനാണ്? നമുക്ക് ഈ പ്രപഞ്ചം എന്താണ് എന്നും അതിൻ്റെ പരിണാമവും ഒന്ന് പരിശോധിക്കാം. പ്രപഞ്ചം ദ്രവ്യവും ഊർജവും ചേർന്നുള്ളതാണ്. ദ്രവ്യങ്ങൾ ഖരം, ദ്രവം, ബാഷ്പം എന്നീ ഈ 3 അവസ്ഥകളിലുള്ളതും ഊർജം പ്രകാശം, ശബ്ദം, ചൂട്, വൈദ്യുതി ഇത്യാദിയും ആയി കാണപ്പെടുന്നു. ദ്രവ്യങ്ങളെല്ലാം കണാദം പറഞ്ഞതുപോലെ പരമാണുക്കളാണ് എന്നും പറയാം. എന്തൊക്കെയായാലും ഇവയെക്കൊണ്ട് പ്രപഞ്ചം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങ് അകലെയുള്ള ഒരു നക്ഷത്രത്തെ കാണുന്നത് അതിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ അവിടം മുതൽ ഇവിടം വരെ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ശൂന്യത എങ്ങും ഇല്ല. പ്രപഞ്ചം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. എങ്ങും പ്രപഞ്ചം തന്നെയാണ് എങ്കിൽ ബ്രഹ്മം എവിടെ നിൽക്കും? ചിലരുടെ വിചാരം ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ പ്രപഞ്ചം നിൽക്കുകയാണെന്നാണ്. കുളത്തിൽ ഒരു വലിയ കല്ല് കിടക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ കല്ല് കിടക്കുന്നിടത്തോളം ഭാഗത്ത് വെള്ളം ഇല്ലാത്തതുപോലെ പ്രപഞ്ചം ഉള്ളിടത്തോളം ഭാഗത്ത് ബ്രഹ്മം ഇല്ല എന്നും വരും. അപ്പോൾ ബ്രഹ്മം സർവ്വവ്യാപി അല്ലാതെയും ആകും. പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൂര്യനിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നത് പോലെ എന്ന് കരുതാമോ? അപ്പോഴും സൂര്യനും പ്രകാശവും രണ്ടും രണ്ടായി നിൽക്കുന്നു എന്ന ദോഷമുണ്ട്. വെള്ളത്തിൽ നിന്ന് ആവി ഉണ്ടാകുന്നത് പോലെ എന്ന് ചിന്തിച്ചാലോ? വെള്ളം മുഴുവനും ആവിയായി മാറി. ഇപ്പോൾ ആവി മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഉപമ ശരിയാണ്. ബ്രഹ്മം അതിൻ്റെ നിജാവസ്ഥ വെടിഞ്ഞ് പ്രപഞ്ചരൂപം ധരിച്ചു. അങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു. ഇതാണ് പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ പ്രപഞ്ചം പൂർണ്ണമാണ്. കാരണം പ്രപഞ്ചം മാത്രമേ ഉള്ളൂ. ഇത് ബ്രഹ്മം സത്യം ജഗന്മിഥ്യ എന്ന് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമല്ലേ എന്നും തോന്നാം. ശ്ലോകത്തിൻ്റെ അടുത്ത വരിയുടെ അർത്ഥം കൂടി അറിയുമ്പോൾ ഈ സംശയം മാറും. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
പൂർണ്ണത്തിൻ്റെ പൂർണ്ണതയെ എടുത്തു മാറ്റിയാൽ പൂർണ്ണത അവശേഷിക്കും. ബ്രഹ്മം സ്വയം ഞാൻ പ്രപഞ്ചമാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പോഴാണ് പ്രപഞ്ചരൂപത്തിൽ ആയത്, ഈ പ്രപഞ്ചം ഉണ്ടായത്. അതായത് പ്രപഞ്ചം ബ്രഹ്മത്തിൻ്റെ സങ്കല്പമായിരുന്നു. ബ്രഹ്മം തന്നിൽ നിന്ന് ഈ സങ്കല്പത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, പ്രപഞ്ചമില്ല. ഈ ബ്രഹ്മം ആരാണ്? അതിനുത്തരം അഹം ബ്രഹ്മാസ്മി, ഞാനാകുന്നു ബ്രഹ്മം. പ്രകൃതിയുടെ ആവരണമിട്ട് നിജസ്ഥിതിയെ വിസ്മരിച്ച് ഞാൻ ജീവാത്മാവാണ് എന്ന് സങ്കല്പിച്ച് അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയെല്ലാം സങ്കല്പിച്ച് സൃഷ്ടിച്ച് പ്രപഞ്ചവീക്ഷണം നടത്തുകയായിരുന്നു ആയിരുന്നു ഞാൻ. ബ്രഹ്മമായ എൻ്റെ സങ്കല്പ സൃഷ്ടിയാണ് ഇതെല്ലാം എന്നറിയാതെ ഞാൻ പ്രപഞ്ചത്തോട് ചേർന്ന് അതാണ് സത്യം, അത് മാത്രമേ ഉള്ളൂ എന്ന അവിദ്യയാകുന്ന അറിവിലായിരുന്നു. അപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ സർവത്ര പ്രപഞ്ചമായിരുന്നു. പ്രപഞ്ചം അപ്പോൾ പൂർണ്ണവുമായിരുന്നു. ഇതാണ് പൂർണ്ണമിതം. എനിക്ക് ആത്മജ്ഞാനമുണ്ടായപ്പോൾ എന്നിലെ പ്രപഞ്ചസങ്കല്പത്തെ ഞാൻ എടുത്തു മാറ്റി. ഇപ്പോൾ പ്രപഞ്ചമില്ല, ബ്രഹ്മമായ ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് അന്ത്യത്തിൽ അവശേഷിക്കുന്ന പൂർണ്ണത. യഥാർത്ഥത്തിൽ പ്രപഞ്ചം ഉണ്ടായില്ല. എൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായെങ്കിൽ അത് സങ്കല്പിച്ചവനായ എന്നിൽ തന്നെയായിരുന്നു, പുറത്തെങ്ങും ആയിരുന്നില്ല. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. ഗീതയിൽ പറയുന്നു, സർവ്വതും എന്നിലുള്ളതാണ്, ഞാൻ തന്നെയാണ് സർവ്വതിലും. ഇതാണ് പൂർണ്ണത. ഈ അവസ്ഥയിലെത്തുമ്പോഴാണ് ആത്മാനന്ദം ലഭിക്കുന്നത്. ഇതാണ് പ്രപഞ്ചബോധമാകുന്ന അവിദ്യയിൽ നിന്നുള്ള മുക്തി. വിദ്യയാൽ അമൃതാർന്നിടും എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെയാണ്. സൃഷ്ടിയും സൃഷ്ടാവും എന്ന ദ്വൈതഭാവത്തിൽ നിന്ന് സർവോയം ബ്രഹ്മ, സർവ്വതും ബ്രഹ്മമാണ് എന്ന അദ്വൈതഭാവത്തിലേക്ക് മനസ്സിനെ എത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.